എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ജോജി ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ എരിവുള്ള ഭക്ഷണത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? നമ്മുടെ വായിൽ എരിവ് കാരണം തീ പിടിക്കുമ്പോഴും നമ്മൾ എന്തിനാണ് പിന്നെയും പിന്നെയും പച്ചമുളകിനായിട്ടോ അല്ലെങ്കിൽ കാന്താരിക്കായിട്ടോ അതുമല്ലെങ്കിൽ വീണ്ടും ആ എരിവുള്ള ഭക്ഷണം കഴിക്കാനായിട്ടോ ശ്രമിക്കുന്നത്? അതൊരു അതിശയമായിട്ട് തോന്നില്ലേ? ശരി, ഇനി നമ്മൾ ആ എരിവുള്ള സത്യം എന്താണ് എന്ന് അന്വേഷിച്ച് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ഈ ഒരു വിഷയത്തിൽ തുടങ്ങാം. എരിവുള്ള ഭക്ഷണം യഥാർത്ഥത്തിൽ ഒരു രുചിയല്ല. പിന്നെ നമുക്കെല്ലാവർക്കും മധുരം, ഉപ്പ്, പുളി, കയ്പ്പ്, ഉമാമി എന്നിവ അറിയാം. ഉമാമിയോ? അതെന്ത് സാധനം? ശരിക്കും ഉമാമി എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ സ്വാദ്. ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കിക്കുനെ ഇക്കേഡയാണ് 1905 അഞ്ചാമത്തെ ടേസ്റ്റായ ഉമാമി കണ്ടെത്തുന്നത്. അതിനെപ്പറ്റി വിശദമായി വേറൊരു വീഡിയോയിൽ പറയാം. നാം മുൻപ് പറഞ്ഞതുപോലെ മധുരം, ഉപ്പ്, പുളി, കയ്പ്പ്, ഉമാമി ഈ ടേസ്റ്റുകൾ നമുക്കറിയാം. എന്നാൽ സ്പൈസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ അതിൽ പെടുന്നില്ല. അപ്പോൾ പിന്നെ അതെന്താണ്? സുഗന്ധവ്യഞ്ജനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പെയിൻ റെസ്പോൺസ് അഥവാ വേദന പ്രതികരണമാണ്. അതെ, നമ്മൾ എരിവുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് കരുതും നമ്മൾ പൊള്ളിക്കുകയാണ്. അതിൻ്റെ രഹസ്യം ഇതാണ്: എരിവുള്ള ഭക്ഷണത്തിൽ ക്യാപ്സൈസിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുളകിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ക്യാപ്സൈസിൻ നമ്മുടെ നാവിൽ സ്പർശിക്കുമ്പോൾ അത് നമ്മുടെ ഞരമ്പുകളെ കബളിപ്പിച്ച് അവിടെ ഹോട്ട് ആണെന്ന് ചിന്തിപ്പിക്കും, ശരിക്കും തീ പിടിക്കുന്ന പോലെ. ഇത് കാരണം നമ്മുടെ ഹൃദയമിടിപ്പ് അല്പം വർദ്ധിക്കും, നാം വിയർക്കും, മാത്രമല്ല നമുക്ക് അല്പം ഉത്തേജനം വന്ന പോലെ തോന്നും. കാരണം നമ്മുടെ ബ്രെയിൻ വേദന ശമിപ്പിക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ഫീൽ ഗുഡ് കെമിക്കൽസ് എന്ന് വിളിക്കുന്ന എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു. അപ്പോൾ ഒരു അതിശയകരമായ രീതിയിൽ ആ വേദനയെ ശമിപ്പിക്കാൻ ബ്രെയിൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് ചില ആളുകൾ എരിവുള്ള ഭക്ഷണത്തിന് അടിമയാകുന്നത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ലഹരിയാണ്. നമ്മുടേതുപോലെ പല സംസ്കാരങ്ങളിലും എരിവുള്ള ഭക്ഷണം വെറും രുചി മാത്രമല്ല, അതൊരു ഐഡന്റിറ്റിയാണ്. നമ്മുടെ മുളകിട്ട എരിവുള്ള മീൻകറി മുതൽ ആന്ധ്രയുടെ എരിവുള്ള ചിക്കൻ കറി വരെ, വടക്കേ ഇന്ത്യയിലെ സ്റ്റഫ്ഡ് മിർച്ചി അച്ചാറുകൾ വരെ, ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ എരിവുള്ള അഭിമാനമായ ഭക്ഷണങ്ങളുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ക്യാപ്സൈസിൻ വെറും എരിവിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. റിസർച്ചുകൾ പറയുന്നത് ഇത് ദഹനത്തെ സഹായിക്കുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ പോലും സഹായിക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ അടുത്ത തവണ നമ്മുടെ വായിൽ എരിവ് അനുഭവപ്പെടുമ്പോൾ, നമ്മുടെ നെറ്റിയിൽ വിയർപ്പുണ്ടാകുമ്പോൾ, എരിവ് കാരണം കണ്ണു നിറയുമ്പോൾ ഓർക്കുക, അത് വെറും രുചിയല്ല, ശാസ്ത്രം, പാരമ്പര്യം, വികാരം എല്ലാം കൂടെ ചേർന്ന ഒരു അനുഭവമാണ്. ഇന്ന് ബിയോണ്ട് ദ പ്ലേറ്റിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ എരിവുള്ള സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.